അമേരിക്കയിലെ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 43ആയി. മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെടുന്നു. സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായ 27 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ അവിടുത്തെ രക്ഷാ ദൗത്യങ്ങളുടെ കാര്യം, ഏത് രീതിയിൽ വിവിധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് തുടരുന്നത്? കുട്ടികളെയും ഇവിടെ കാണാതായിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് കൃഷ്ണ. ശ്രീജിത്ത്, സെൻട്രൽ ടെക്സസിൽ ഇന്നലെ ഉണ്ടായ ഈ മിന്നൽ പ്രളയത്തിൽ കൂടുതൽ മരണനിരക്കുമായിട്ടുള്ള വാർത്തകളാണ് നമ്മളെ ഈ പ്രഭാവത്തിൽ തേടി വരുന്നത്. മരണനിരക്ക് 51 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 15ഓളം കുട്ടികളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 27ഓളം പേർക്കായിട്ടുള്ള തെരച്ചിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഇതിൽ കൂടുതലും പെൺകുട്ടികളാണ്. ഈ മരണം നടന്നത് കിഴക്ക് കൗണ്ടിയിലും ട്രാവിസിലുമാണ്. കിഴക്ക് കൗണ്ടിയിലാണ് കൂടുതൽ മരണം നടന്നത്. ട്രാവിസ് കൗണ്ടിയിൽ ഏതാണ്ട് 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 850ഓളം പേരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ടെക്സസ് സംസ്ഥാനം പറയുന്നത്. അതുമാത്രമല്ല, ഈ തെരച്ചിൽ കഴിഞ്ഞ് എത്തുന്നവർക്കായിട്ടുള്ള ഒരു റീയൂണിഫിക്കേഷൻ സെന്റർ കാൽവറി ടെമ്പിൾ ചർച്ചിൽ തുറന്നിട്ടുമുണ്ട്. അവിടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ അവിടെ ഉണ്ട്. ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് പറയുന്നത് 24 hour റിക്കവറി ഓപ്പറേഷൻസ് ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ടെക്സസ് സ്റ്റേറ്റും സംയുക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ടെക്സസ് സംസ്ഥാനം ഫെഡറൽ ഡിസാസ്റ്റർ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലും അതുമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം ഈ സംസ്ഥാനത്തിന് ലഭിക്കും. അതുമാത്രമല്ല, ഹോംലാൻഡ് സെക്യൂരിറ്റി US-ന്റെ സെക്രട്ടറി ക്രിസ്റ്റി നോം അധികം വൈകാതെ അവിടെ എത്തുന്നതായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ നിരവധി പേർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. അതുപോലെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടവർ അവരുടെ ആശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് US കോൺഗ്രസ് പ്രതിനിധി ഓഗസ്റ്റ് ഫ്ലൂഗർ തൻ്റെ 2 മക്കള് ഇതിൽ പെട്ടിരുന്നു. പക്ഷേ അവരെ തിരിച്ചു കിട്ടിയതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു. തന്നെയുമല്ല, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായിട്ടും പറയുന്നുണ്ട്. കൃഷ്ണ റീജിത്ത്, ഇതൊരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പാണ്. ഒരേ കുടുംബം ഒരു നൂറ്റാണ്ട് കാലമായിട്ട് നടത്തുന്ന ഒരു സമ്മർ ക്യാമ്പിലേക്കായിരുന്നു കൂടുതലും ഈ കുട്ടികൾ എത്തിയത്. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫുട്ബോൾ കോച്ചാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. 700ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. തന്നെയുമല്ല, ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനവും. അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ഏരിയയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും കൂടിയായിരുന്നു. ഇതിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് ലഭിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 1 മണി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രളയം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഉയരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നത്. പക്ഷേ അത് അത്ര ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് അല്ലായിരുന്നു. പക്ഷേ അപകടകരമായ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് പാതിരാത്രിയിലായിരുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങുകയായിരിക്കാം. പക്ഷേ പുലർച്ചെയോടെയാണ് ഈ ഗുഡാലുപ്പെ നദി കര കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് 20 അടിയോളമാണ് ഈ നദിയിൽ വെള്ളം ഉയർന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയവും തെരച്ചിലും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്രതീക്ഷിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ 51 ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.